ഇവിടെ കപ്പാസിറ്ററിന് അക്രോസ് നമ്മൾ ഒരു എ സി സോഴ്സിനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. സമയത്തിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെയാണ് എ സി സോഴ്സ് സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നത്. ഇവിടുത്തെ കറന്റും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിലെ സർക്യൂട്ടിലൂടെയുള്ള കറന്റിന്റെ ഡയറക്ഷനാണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോഴ്സിന് അക്രോസുള്ള പൊളാരിറ്റി തുടർച്ചയായിട്ട് വേരി ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ഈ രീതിയിലാണ് നമ്മൾ സോഴ്സിന്റെ പൊളാരിറ്റി മാർക്ക് ചെയ്യുന്നത്. ഇവിടെ വേറെ സർക്യൂട്ട് എലമെന്റ്സ് ഒന്നും വരാത്തതിനാൽ ഈ പോയിന്റിലെ പൊട്ടൻഷ്യലും ഈ പോയിന്റിലെ പൊട്ടൻഷ്യലും സെയിം ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ഈ പോയിന്റിലെയും പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും. അതായത് ഏത് നിമിഷവും കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് സോഴ്സിന് അക്രോസുള്ള വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. നമുക്കറിയാം ഒരു കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത് എന്ന്. ഇവിടെ Q എന്നത് കപ്പാസിറ്ററിലെ ചാർജും C എന്നത് കപ്പാസിറ്റൻസുമാണ്. സോഴ്സ് വോൾട്ടേജ് V0 sin ω t ആയതിനാൽ നമുക്ക് ചാർജിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ ലഭിക്കുന്നു. എന്നാൽ നമുക്ക് വേണ്ടത് കറന്റിന്റെ ഇക്വേഷൻ ആണ്. ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന കറന്റിന്റെ ഇക്വേഷൻ ഒരു കോൺസ്റ്റന്റ് കറന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. എന്നാൽ ഇവിടെ നമുക്കുള്ളത് സമയത്തിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു ആൾട്ടർനേറ്റിംഗ് കറന്റ് ആയതിനാൽ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വളരെ ചെറിയ സമയത്ത് ഫ്ലോ ചെയ്യുന്ന വളരെ ചെറിയ ചാർജിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര വേഗത്തിലാണ് കപ്പാസിറ്റർ പ്ലേറ്റിലെ ചാർജ് ചേഞ്ച് ചെയ്യുന്നത് എന്നാണ്. അത് സർക്യൂട്ടിലൂടെയുള്ള കറന്റിന് സമാനമായിരിക്കും. ഇവിടെ സൈൻ ω t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ω cos ω t എന്നാണ് കിട്ടുന്നത്. അടുത്തതായി നമ്മൾ കറന്റിന്റെ ഇക്വേഷനെയും വോൾട്ടേജിന്റെ ഇക്വേഷനെയും കമ്പയർ ചെയ്യാനായി ഒരേ ഫോമിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് മാക്സിമം കറന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. വോൾട്ടേജിനെ കറന്റുമായി കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ടിനെയും ഒരേ ഫംഗ്ഷനിലേക്ക് മാറ്റണം. അതിനാൽ ഇതിനെ സൈൻ ഫംഗ്ഷനിലേക്ക് മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. സൈൻ π/2 - ω t എന്നത് cos ω tക്ക് ഈക്വൽ ആണ്. എന്നാൽ ഇവിടെ നെഗറ്റീവ് ω t യും ഇവിടെ പോസിറ്റീവ് ω t യും വരുന്നതിനാൽ നമുക്ക് ഈസി കമ്പാരിസൺ സാധിക്കില്ല. സൈൻ π/2 + ω t എന്നതും cos ω tക്ക് ഈക്വൽ ആയതിനാൽ ഇതിന് പകരം നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. കറന്റിന്റെ ഇക്വേഷനിൽ നിന്നും വോൾട്ടേജിന്റെ ഇക്വേഷനിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് വോൾട്ടേജിന്റെ ഫേസ് ആയ ω tയേക്കാളും π/2 എന്ന ആംഗിൾ മുന്നിലാണ് കറന്റിന്റെ ഫേസ്. അതായത് പ്യുർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറന്റ് വോൾട്ടേജിനെ 90° എന്ന ഫേസ് ആംഗിളിൽ ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാൽ കറന്റിന്റെ ഫേസ് ഈ രീതിയിൽ വോൾട്ടേജിന്റെ ഫേസിനോട് സിമിലർ ആയിരിക്കില്ല. മറിച്ച് വോൾട്ടേജിനേക്കാളും 90° മുന്നിലായിരിക്കും. അതായത് ഒരു ക്വാർട്ടർ സൈക്കിൾ മുന്നിലായിരിക്കും. ഇത് കാണിക്കുന്നത് ഫസ്റ്റ് കറന്റ് ആണ് മാക്സിമത്തിൽ എത്തുന്നത്. വോൾട്ടേജ് അതിനുശേഷം മാത്രമേ മാക്സിമത്തിലേക്ക് എത്തുകയുള്ളൂ. മുൻപുള്ള വീഡിയോകളിൽ നമ്മൾ ചെയ്ത പോലെ ഗ്രാഫിനെ പുറകിലേക്ക് മൂവ് ചെയ്യിക്കുകയും ശേഷം y ആക്സിസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ പിങ്ക് കളറിലുള്ള കറന്റ് വോൾട്ടേജിനെ ലീഡ് ചെയ്യുന്ന രീതിയിൽ കറന്റും വോൾട്ടേജും ഓസിലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കറന്റ് ആദ്യം മാക്സിമത്തിൽ എത്തിയതിനു ശേഷം മാത്രമേ വോൾട്ടേജ് അതിന്റെ മാക്സിമത്തിലേക്ക് എത്തുന്നുള്ളൂ.